you don't come to church or if you don't do the ministry for the sake of your beloved people, God will bring division. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേലയും ആരാധനകളൊക്കെ തേച്ചുകൊണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പോകുമ്പോഴും അവിടെ ഒരു ഡിവിഷൻ വരും. എത്രപേർക്ക് മനസ്സിലായി? സന്തോഷമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഡിവിഷൻ വരുന്നത്. സന്തോഷമില്ല. So what you have to do? Love God first. If you love God, you will have peace. If you love God, you will be blessed. ആരോ പേടിച്ചിരിക്കുകയാണ്, ഞാൻ വീണുപോയ എന്ത് ചെയ്യും? There is no one to take care of him. That's why I told the story of the love marriage of that people. ആ ഭാര്യയും ഭർത്താവും സ്നേഹിച്ചു കെട്ടി സ്വന്തം വീടുണ്ടായിട്ട് അനാഥാലയത്തിൽ കൊണ്ട് ആക്കിയിരിക്കുന്നു. But there is a word in the book of Isaiah. The book of Isaiah 46:4. Even to your grey age I will be with you. I will carry you. I will carry you and deliver you. I will carry you and deliver you to your old age. ഇതിൽ പറ ഒരു ഗ്യാരണ്ടി ഏത് ഇൻഷുറൻസ് കമ്പനിക്ക് തരാൻ പറ്റും? ആരെങ്കിലും ഇൻഷുറൻസ് എടുത്തവരുണ്ടോ? ഇൻഷുറൻസ് എടുത്തവരുണ്ടോ? ജീസസ് ഇസ് അവർ ഇൻഷുറൻസ്. യേശുവാണ് നമ്മുടെ ഇൻഷുറൻസ്. So when you give priority to God, you will be blessed. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. So give your best time to God. Out of 24 hours, 2.5 hours, 2 hours and 45 minutes is God's. 2 മണിക്കൂർ 45 മിനിറ്റ്, അതായത് 24 മണിക്കൂറിന്റെ ദശാംശം 2 മണിക്കൂർ 45 മിനിറ്റ് ദൈവത്തിന്റെ അല്ലേ? The Bible is saying you have to give tithe in everything. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ദശാംശം കൊടുക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലേ? അപ്പോൾ 24 hours, out of 24 hours 2 hours 45 minutes, ശരിയാണോ? 24 മണിക്കൂറിന്റെ ദശാംശം അതല്ലേ? ഏതാണ്ട് അതുപോലെ ആയിരിക്കും. That is God's. Don't go and overtime work during that time. Don't do any other job or business or any other agriculture, cultivation, anything in that time. Don't eat food without praying. പ്രാർത്ഥിച്ചിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അറിയത്തില്ല. കേട്ടില്ല? ചില സമയത്ത്. ചിലവർക്ക് ഇത് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എവറി ടൈം വെൻ യു ഈറ്റ്, കർത്താവ് ഈ ആഹാരം തന്നതിനായി നന്ദി. Lord, I thank you for you have given me the food. I pray for those who have no food, give them food. ആഹാരം ഇല്ലാത്തവർക്കും ഭക്ഷണം കൊടുക്കണമേ. ഇങ്ങനെ പറഞ്ഞു വേണം. Somebody asked me, why you put some good music in the car? കാറിനകത്തൊക്കെ നല്ല ഡിസ്കോ സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച്. I said I want to pray when I drive. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണം. People are standing there. I see many people who are struggling. ഒത്തിരി പേര് കഷ്ടപ്പെടുന്നു. ഇവരെ കണ്ടോണ്ടാണ് പോകുന്നത്, പാട്ട് കേട്ടോണ്ടല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. When you eat, you have to pray before eating. മനസ്സിലായി? So 2 hours 45 minutes is God's. Out of 2 hours 45 minutes you have to pray, you have to read Bible, you have to do the ministry of God. ദൈവവേല ഇതിനകത്തെല്ലാം ചെയ്യേണ്ടതാണ്. Those who are working God, those who are working in other sector, മറ്റു ജോലിയിൽ ഏർപ്പെടുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, somebody is working in the
സെക്രട്ടേറിയറ്റ് ഓർ ഗവൺമെന്റ് സെക്ടർ, അവർക്ക് കാര്യമാണ് പറയുന്നത് 2 മണിക്കൂർ 45 മിനിറ്റ് നിങ്ങൾ ദൈവത്തിൻ്റെ ആണ്. If you don't do it, what will happen? Some other disease will come in our body. But I am totally sold for God. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വിറ്റ് വിളിക്കുക. I don't have anything of my own. എനിക്ക് എൻ്റെതായ ഒന്നുമില്ല. എല്ലാം പിടികിട്ടിയ? I am totally sold to God. God's desire is my desire. ദൈവത്തിന്റെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹം. ഇന്നലെ somebody was asking me, you prophesy something about my future. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭാവിയെ കുറിച്ച് ഒന്ന് പ്രവചിച്ച് പറയാൻ പറഞ്ഞു. ഏതോ ഒരു നല്ലൊരു ഇത് ശരിയാണോ നോക്കാനേ. ഞാൻ പറഞ്ഞു എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ പ്രേ ആൻഡ് സേ, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, ഞാൻ പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കണ്ട, ഞാൻ പറഞ്ഞാൽ മതി, അത് ശരിയാവും. എന്താ പാസ്റ്റർ അങ്ങനെ പറയണത്? The book of Jeremiah chapter 15 verse 19. If you come back, when you can stand before me. If you can stand before me, your mouth will be like my mouth. എൻ്റെ വാ നിന്റെ വാ പോലെ ഇരിക്കും. If you proclaim only the good things out of your mouth will be like my mouth. നീ പറയുന്നത് ദൈവം പറയുന്നത് പോലെയാണ്. Yesterday morning God spoke to me. You open your mouth and say, it is me speaking. നീ നിന്റെ വാ തുറന്ന് പറ, അത് ഞാൻ പറയുന്നത് പോലെയാണ്. എത്ര പേർക്ക് മനസ്സിലായി? Because I am totally sold to God. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. Nobody can claim me. എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മേൽ അവകാശം പറയാൻ പാടില്ല. എല്ലാം പിടികിട്ടിയ? ആർക്കും എൻ്റെ മേൽ അവകാശമില്ല. കാര്യം I am totally sold to Jesus. Praise the Lord. സന്തോഷമില്ല. So if you want to be blessed, നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ you deny yourself and carry your cross. നിങ്ങൾ നിങ്ങളെ തന്നെ തേച്ച് കുരിശെടുത്ത് ചുമക്കുക. This is a place to raise up an army for end time revival. അന്ത്യകാല ഉണർവിന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന സ്ഥലമാണ്. Everyone should have the attitude of a soldier. എല്ലാവർക്കും മിലിറ്ററിക്കാരുടെ ഗുണങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. എന്താണ് മിലിറ്ററിക്കാരുടെ ഗുണങ്ങൾ? They will come to the office, they will come to the parade, they will go for the war, even though everything is there against there. അവരുടെ ജീവിതത്തിൽ എത്ര കാര്യം പ്രതികൂലമാണെങ്കിലും അവരവരുടെ ഡ്യൂട്ടിയിൽ ചെന്നിരിക്കും. അങ്ങനെയാണോ മിലിറ്ററി? ആണോ? എയർഫോഴ്സ് ആണോ? അപ്പോൾ ഈസ് ഫ്രം എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സിൽ ഇരിക്കുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്. മിലിറ്ററിക്കാരെങ്ങനെയാണ്? ഞങ്ങൾക്ക് പുറമേന്നേ അറിയത്തുള്ളൂ. മിലിറ്ററിക്കാരുടെ സ്വഭാവങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറമേന്നേ അറിയത്തുള്ളൂ. ഡിസിപ്ലിനും യൂണിറ്റി ഇല്ല. എങ്ങനെ യുദ്ധത്തിന് പോകും? ഒരാൾ അങ്ങോട്ട് വെടിവെക്കാൻ പറയും, മറ്റൊരാൾ അങ്ങോട്ട് വെടിവെക്കും. Everyone should have unity in the church. ദേവാലയത്തിൽ അവിടെ പട്ടാളക്കാരൻ പറഞ്ഞ എന്താണ്? സെക്രട്ടറിയിലെ ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, അയാളെ 4 മണിക്ക് ചായക്കടയിൽ ഇരിക്കുകയാണ്. വേറെ സർക്കാർ ജോലിക്കാരൻ്റെ അടുത്ത് ഡിസിപ്ലിൻ ചോദിച്ചാൽ അയാൾക്ക് അറിയത്തില്ല. അയാൾ ഫാനിൽ ലൈറ്റ് വിട്ടിട്ട് വേറെ പുറത്തു പോകും. You may be going for tea after putting the light, fan, everything. Because they are not trained in discipline. ഇവിടെ ഡിസിപ്ലിൻ കഴിഞ്ഞാണ് അപ്പോയിൻമെന്റ്.
That is the difference between army of any country and other people who are working in other areas. പറഞ്ഞ മനസ്സിലായോ?